Hi friends, welcome back to the video. So last two videos നമ്മൾ സംസാരിച്ചിട്ടുള്ളത് കോൺസെപ്റ്റ്സ് ബിഹൈൻഡ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ആണ്. സോ എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ രണ്ട് വീഡിയോസ് ആയിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കുക. നിർബന്ധമായിട്ടും ആ രണ്ട് വീഡിയോസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇല്ലുസ്ട്രേഷൻസ് സോൾവ് ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലേക്ക് എന്ത് ചെയ്യുക വരിക. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദി ടോപ്പിക്സ്. സോ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. സോ നമ്മൾ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ആണ് പറഞ്ഞത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബോണസ് ഷെയർ എന്ന് പറഞ്ഞത്? സോ ഇൻ സിമ്പിൾ വേർഡ്സ്, എ ബോണസ് ഷെയർ ഈസ് എ ഫ്രീ ഷെയർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദാറ്റ് ഷെയർ ഹോൾഡർ. അതിനുശേഷം നമ്മൾ കുറച്ച് പെർസ്പെക്റ്റീവ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കമ്പനീസ് ഇങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുള്ള റീസൺസ് അല്ലെങ്കിൽ അതിന്റെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ അല്ലെ, ഒരു 3 പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ ബേസിക്കലി അവിടെ ഡിസ്കഷനിലൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ കാണാത്തവർക്ക് കാണാം. സോ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോണസ് ഷെയറിലെ കീ പോയിന്റ്സുകളാണ്. സോ ഏതൊക്കെയാണ് ഇതിലെ കീ പോയിന്റ്സുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ പോയിന്റ് നമ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇറ്റ് reduces reserves and surplus. The next point will be it increases issued share capital. And point number 3, it is but does not bring any changes in cash flow, as well as it does not bring any changes in net worth. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 4 കീ പോയിന്റ്സുകളാണ് മെയിൻ ആയിട്ട് എന്ന് പറയും മക്കളെ വരുന്നത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്നാണ്. സോ ഈ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ് കൺവേർട്ട് ചെയ്യുന്ന പ്രോഫിറ്റ്സ് ഓർ റിസർവ്സിനെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് അടിച്ചു വിടാം. സോ ദെൻ വിൽ മൂവ് ടു വേ ടു ക്യാപിറ്റലൈസ് എന്ന് പറയും മക്കളെ പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ് ആണ്. സോ വഴികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് വേണമെങ്കിൽ പാർട്ട്ലി പെയ്ഡ് പിന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഷെയർസുകൾ നമുക്ക് വേണമെങ്കിൽ പറയും മക്കളെ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ വേ ടു ക്യാപിറ്റലൈസ് പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സോഴ്സസ് ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ പറയും മക്കളെ ഏതൊക്കെ റിസർവ്സുകളാണ് നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു സെൻസിൽ. സോ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഒന്ന് നമുക്ക് ഏത് യൂസ് ചെയ്യാം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ റിസർവ് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സിന് ആകെ ഒരൊറ്റ യൂസേജ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്ലേസിൽ CRRനെ പ്ലേസ് ചെയ്യണം. അനദർ പോയിന്റ് വിൽ ബി സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് ക്യാപിറ്റൽ റിസർവ് റിയലൈസ്ഡ് ഇൻ ക്യാഷ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റ് ഫ്രീ റിസർവ്സുകളായിട്ടുള്ള ജനറൽ റിസർവ്, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞു, ഇത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റിവാലുവേഷൻ റിസർവ്സുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിൽ ഈ ഒരു ക്യാപിറ്റലൈസേഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ അടുത്ത ടോപ്പിക് വരുന്നത് മീനിങ് ഓഫ് ഫ്രീ റിസർവ്സ് ആണ്. നമ്മൾ ഫ്രീ റിസർവ്സ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പോകുന്നത് കണ്ടീഷൻ ഫോർ ഇഷ്യൂയിങ് പറയും മക്കളെ ബോണസ് ഷെയർസ് ആണ്. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓതറൈസ് ചെയ്യണം, ജനറൽ മീറ്റിംഗിൽ പറയണം, അതുപോലെ തന്നെ ഡിലേഡ് ഒന്നും വരുത്തരുത്. നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഫ്രീ വാരി വിതരലൊക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ജേർണൽ എൻട്രി ആണ്, അക്കൗണ്ടിങ് എൻട്രീസ് ആണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറിൻ്റെ. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലൈക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടുന്നു പറഞ്ഞു, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ദാറ്റ്സ് ഓൾ. ആക്ച്വലി ഇറ്റ്സ് വെരി സിമ്പിൾ. ബട്ട് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നല്ല, കാരണം ഇത് രണ്ടും സംഭവിക്കുന്നത് 2 പോയിന്റ് ഓഫ് ടൈമിലാണ്. സോ ദാറ്റ് ഫസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ബോണസ് ആണ്. ബോണസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി ചെയ്തും നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്ററിന് ഇതിന് പകരം നേരത്തെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ റിസർവ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാന്ന് പഠിച്ചത്. അപ്പോൾ ആ റിസർവ്സ് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എങ്ങനെയൊക്കെ വരിക പറയും മക്കളെ, ക്യാപിറ്റൽ
redemption reserve account debt, securities premium account debt, capital reserve account debt, general reserve account debt, P&L account debt to bonus to shareholders account ആദ്യം ഈ ഒരു പരിപാടിയിൽ വരും. അതിനുശേഷം നമ്മൾ പിന്നീട് ബോണസ് ഷെയർ എന്ത് ചെയ്യും പറയും മക്കളെ, ഇഷ്യൂ ചെയ്യും, പീപ്പിൾസിലേക്ക് ഇഷ്യൂ ചെയ്യും. അത്തരത്തിൽ അന്ന് അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പറയും, വേറെ ഒരു ജേർണൽ എൻട്രി ആണ് എന്ത് ചെയ്യുക പറയും എഴുതുക. ക്ലിയർ ആണല്ലോ, വേറെ എൻട്രി ആണ് എന്ത് ചെയ്യും മക്കളെ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ അപ്പോൾ ആദ്യം ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എഴുതി കൊടുക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഇവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു എൻട്രി എഴുതി കൊടുക്കും, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഈ എൻട്രികൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, സിംപ്ലി റിസർവ്സ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റലാണ് വരുന്നത്. പക്ഷേ 2 പോയിന്റ് ഓഫ് ടൈമിൽ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ എൻട്രി ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുള്ളത് ഇതേപോലെ തന്നെ അക്കൗണ്ടിങ് എൻട്രി തന്നെ, പക്ഷെ അത് കൺവേർട്ടിങ് പാർട്ട്ലി പെയ്ഡ് പിന്നെ ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അവിടെയും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുക, ബോണസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എൻട്രി ചെയ്തും. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്, CRRും SP നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ CR, GR, PL ടു ഷെയർ ഹോൾഡേഴ്സ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫൈനൽ കോൾ ചെയ്യും. അപ്പോൾ ഫൈനൽ കോൾ ചെയ്യുന്ന സാധാരണ കോൾ ചെയ്യുന്ന എൻട്രി ഷെയറിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ എൻട്രി ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യും, ഈ ബോണസ് അപ്ലൈ ചെയ്യുന്ന ജേർണൽ എൻട്രി ചെയ്തും. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്തിന്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. പൈസ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ഫൈനൽ കോൾ എന്ന് വിളിക്കും. അവിടെ നമ്മൾ ബാങ്ക് വാങ്ങുന്നില്ല, ആ ബോണസ് അപ്ലൈ ചെയ്യണേ. സോ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കഷൻസിലേക്ക് മക്കളെ ചെയ്തിട്ടുള്ളത്. ഞാൻ മോസ്റ്റ് ബോണസ് ഗിവിങ് ഷെയർസ് ഇന്ത്യയിലെ വളരെ മോസ്റ്റ് അധികമായിട്ട് ബോണസ് ഷെയർ കൊടുത്തുള്ള കമ്പനീസാണ് വിപ്രോയും ITCയും ഇൻഫോസിസും ഭാരത് പെട്രോളിയം. ഇവർ മാത്രമല്ല, ഇവർ കൂടുതലുണ്ട്. കണക്കുകൾ നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അത് ഭയങ്കരമായിട്ട് എന്ത് മക്കളെ ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഡിസ്കഷനിലേക്ക് ഓൾറെഡി പറയും മക്കളെ എടുത്തിട്ടുള്ളത്. ദെൻ വിൽ മൂവ് ടു എന്ത് പറയും മക്കളെ, പ്രോബ്ലം 1 by 1. സോ നമ്മളതിൻ്റെ എന്താ പറയുക മക്കളെ, നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ നമ്മളുടെ PDF-ൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുക ഇടുക. സോ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുക. ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും CA ഫൗണ്ടേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ CA ഫൗണ്ടേഷനിലെ ക്വസ്റ്റ്യൻസിലെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്ലസ് നമ്മൾ CMA ഇൻ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ജസ്റ്റ് PDF നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ദാറ്റ്സ് ആക്ച്വലി ഇനഫ്. പക്ഷേ CMA ചെയ്യുന്നവർക്ക് CAയുടെയും CA ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക, CMAയുടെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു PDF-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യുക, അത് അവിടെ വെക്കുക, നിങ്ങൾക്കത് കീപ്പ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഇല്ലുസ്ട്രേഷനിലേക്ക് വരാം. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എക്സാമ്പിൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെ മോഡിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ജേർണൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷനിലൂടെ എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുക. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1ലേക്ക് പോവാം. ഫോളോയിങ് ഐറ്റംസ് ആർ അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ് ഓഫ് ഭാരത് ലിമിറ്റഡ്, എ ലിസ്റ്റഡ് കമ്പനിയാണ്, ആസ് ഓൺ 31 March 2011. നമുക്കൊരു കുറച്ച് ഇൻഫർമേഷൻസ് കേട്ടോ, നമുക്ക് വളരെ ആവശ്യമായിട്ട് ഇൻഫർമേഷൻസിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each ₹4 lakh. സോ നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി 40,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. എത്ര എമൗണ്ടിൻ്റെ പറയും മക്കളെ, 10 രൂപയുടെ. അങ്ങനെയാണെങ്കിൽ എത്ര പൈസയുടെ, 4 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് ഉണ്ട്. സോ ഫസ്റ്റ് പ്ലേസിൽ നമുക്ക് എപ്പോഴും ആര് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, CRRനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ McDonald's, KFC, ചിക്കൻ അതിൻ്റെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത്. ഓക്കെ, പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് എന്ത് ചെയ്യുക, സെക്കൻഡ് പ്ലേസിൽ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ജനറൽ റിസർവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, മൊത്തം ജനറൽ റിസർവ് പോയി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ട് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ആണ്. സോ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, താഴത്ത് വായിച്ചു നോക്കാം. ദ കമ്പനി ഡിസൈഡഡ് ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബോണസ് ഷെയർ അറ്റ് ദ റേറ്റ്. സോ ഇതൊരു പ്രപ്പോർഷൻ റേഷ്യോ അങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെയാണ്, 1:4 എന്നാണ്. ശരിക്കും 1:4 തന്നാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. 1:4 നമ്മൾ എങ്ങനെ റീഡ് ചെയ്യാന്ന് പറഞ്ഞേ, 1 ഷെയർ ഫോർ എവറി
ഫോർ ഷെയർ ഹെൽഡ് ആ ഒരു ഫോമാറ്റിലല്ലേ. പക്ഷെ ഇവർ തന്നിട്ടുണ്ട് 1 ഷെയർ ഫോർ എവ്രി 4 ഷെയർ ഹെൽഡ് ആൻഡ് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, ഈ ഒരു 4 ഷെയർ ഉള്ള ആളുകൾക്ക് 1 ഷെയർ ഫ്രീ കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫണ്ട് വേണം അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കാനായിട്ട് ഇവർ പറയുന്നത് ഇറ്റ് ഡിസൈഡഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി മിനിമം റിഡക്ഷൻ ഓഫ് ഫ്രീ റിസർവ് പാസ് നെസറി ജേർണൽ എൻട്രി. സോ ഇറ്റ് ഷുഡ് ബി മിനിമം റിഡക്ഷൻ ഓഫ് ഫ്രീ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസിൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പോയിട്ട് ഫംഗ്ഷന് പോയിട്ട് ചോറും കറിയും കഞ്ഞിയും എടുത്ത് കഴിക്കല്ലേ, അതെന്നും വീട്ടിലുണ്ടാവും, അത് അപ്പം എന്ത് ചെയ്യും ഇവിടുന്ന് വേണമെങ്കിൽ തരാം, അവിടെ പോയിട്ട് വല്ല മെക്ഡൊണാൾഡ്സോ ചിക്കനോ KFCയോ വേറെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക പോയിട്ട് കഴിക്കുക. അത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ചോറും കറിയും നിന്ന് അവിടെ പോയിട്ട് അത് കഴിക്കല്ലേ, നിങ്ങൾ ആദ്യം ഫംഗ്ഷൻ മറിഞ്ഞ് കളിക്കൂ, അതാ പരിപാടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോസിൽ ഡിസ്കഷനിൽ എക്സാമ്പിൾസിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് ആ വീഡിയോ ഒക്കെ പോയിട്ട് കാണാം. എനി ഹൗ നമ്മൾ ഇവിടെ പറഞ്ഞത് ഷുഡ് ബി മിനിമം റിഡക്ഷൻ ഇൻ ഫ്രീ റിസർവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് മാത്രമാണ് നിങ്ങൾ ജനറൽ റിസർവും PL അക്കൗണ്ടൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ മാക്സിമം ഫസ്റ്റ് പ്ലേസിൽ CRRും SP ഒക്കെ ഉപയോഗിക്കാന്നാണ് പറഞ്ഞത്. ബട്ട് ഓൾ ദ ടൈം നമ്മൾ CRRും SP ഒക്കെ ഉപയോഗിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവരില്ലാത്ത സിറ്റുവേഷനിലാണ് GRലേക്കും PLലേക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്, നോ പ്രോബ്ലം. എനിവേ സോ നമുക്ക് എന്ത് ചെയ്യാം, പാസ് ജേർണൽ എൻട്രീസ് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ ജേർണൽ എൻട്രി ആണ് ഇവർ ചോദിക്കുന്നത്. സോ നമുക്ക് ജേർണൽ എൻട്രി കൊടുക്കണമെങ്കിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്ര നമ്പർ ഓഫ് ഷെയർ ആണ് നമുക്ക് ഉള്ളത്, എത്ര ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പൈസ നമുക്ക് പറയും മക്കളെ ആവശ്യമായിട്ട് വരും, ആ പൈസ നമ്മൾ എവിടെ നിന്നൊക്കെ എടുക്കും, ഇതൊക്കെ അല്ലേ ഡിസ്കഷന് കംഫർട്ടബിൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു വർക്കിംഗ് നോട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഒരു വർക്കിംഗ് നോട്ട് എഴുതാം. ഓക്കെ, എഴുതി കൊടുക്കുക. വർക്കിംഗ് നോട്ട് നമ്പർ 1, calculation of calculation of number of bonus share to be issued. Calculation of number of bonus share to be issued. So നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര ഷെയർ ഉള്ളത് പറയും മക്കളെ, 40,000 ഷെയർ ഉള്ളത്. ഓരോ 4 ഷെയർസ് ഉള്ള ആളുകൾക്കും എത്ര ഷെയർ നമ്മൾ കൊടുക്കുന്നത്, 1 ഷെയർ അല്ലേ. അപ്പോൾ ഓരോ 4 ഷെയർ ഉള്ള ആൾക്കും 1 ഷെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കാണുക, ഇസ് ഈക്വൽ ടു 40,000 ഷെയർ ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. ഇതിൽ ഓരോ 4 ഷെയർ ഉള്ള ആൾക്കും അപ്പോൾ 40,000 എത്ര 4 ഉണ്ടെന്ന് നോക്കുക. ഇൻറ്റു പറയും മക്കളെ എത്ര ഷെയർ നമ്മൾ കൊടുക്കുന്നത്, 1 ഷെയർ നമ്മൾ കൊടുക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര ഷെയർ, 10,000 ബോണസ് ഷെയർ അല്ലേ മക്കളെ, 10,000 ബോണസ് ഷെയർ. ഇൻ സിമ്പിൾ വേർഡ്സ് ജസ്റ്റ് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. എന്തിനാ ഡൗട്ട്, 40,000 ഡിവൈഡഡ് ബൈ 4 അല്ലേ, ഓക്കെ, ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 10,000 ബോണസ് ഷെയർ. ഇനി തൊട്ട് താഴത്ത് ഫണ്ട് റിക്വയർഡ് ഇസ് ഈക്വൽ ടു, ഫണ്ട് റിക്വയർഡ് ഇസ് ഈക്വൽ ടു എന്താ സാറേ, ഫണ്ട് റിക്വയർഡ് ഇസ് ഈക്വൽ ടു, ഇപ്പം ഞാനൊരു 10 കുട്ടികളെ ഫ്രീ ആയിട്ട് CMA ഇൻട്രി അല്ലെങ്കിൽ CA ഫൗണ്ടേഷൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഫീസ് കൊടുക്കാൻ ആവശ്യമായ ഒരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ 10 സ്റ്റുഡൻസിന് ഇത്ര പൈസ വേണ്ടി വരും. അപ്പോൾ അതാണ് ഫണ്ട്. അപ്പോൾ നിങ്ങളൊരു 10,000 ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഷെയറിന് ഒരു വില ഉണ്ട്. അപ്പോൾ ആ ഒരു ഷെയറിന് എത്രയാണോ വില അത് വെച്ചിട്ട് ഒരു എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ 10,000 ഷെയർ നമുക്ക് ഫ്രീ കൊടുക്കണമെങ്കിൽ 10,000 ഇൻറ്റു ഒരു ഷെയറിൻ്റെ വില വന്നിട്ട് 10 രൂപയാണ്. അപ്പോൾ 10,000 ഷെയർ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പൈസ കണക്കാക്കണം പറയും മക്കളെ, കണ്ടെത്തണം. 1,00,000 രൂപ കണ്ടെത്തണം. നമുക്ക് ഈ 1,00,000 രൂപ എന്ത് ചെയ്യാം, നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിന് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിന് നേരെ ആദ്യം എന്ത് ചെയ്യുക, 1,00,000 എന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ റിസോഴ്സിലേക്ക് വരിക. വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തുണ്ട്, CRR ഉണ്ട്. സോ നമുക്ക് CRR ഫുള്ളും അങ്ങോട്ട് യൂസ് ചെയ്യാം. CRR ഫുൾ യൂസ് ചെയ്യുമ്പോൾ 55,000 രൂപ CRRന്ന് യൂസ് ചെയ്യാൻ പറ്റും. മൈനസ് പിന്നെ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്. നമ്മൾ പറഞ്ഞ എത്രയാണ്, 1,00,000 മൈനസ് 55,000 അവിടുന്ന് യൂസ് ചെയ്യാം. പിന്നെ 45,000 ആണ് വേണ്ടത്. സെക്യൂരിറ്റി സ്പേസിന് 30,000 ഉണ്ട്, ഒരു മൈനസ് 30,000 യൂസ് ചെയ്യാം. ഒരു 15,000 മതി. ആ 15,000 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. എന്തായാലും ജനറൽ റിസർവ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. ഒരു 15,000 അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം പറയും മക്കളെ 0 ആയി. കണ്ട, നമുക്ക് ഇനി ഒന്നും ആവശ്യമില്ല. കിട്ടിയോ? അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എടുക്കുന്നത്, CRR 55,000 കുറയൂലേ, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യണ്ടേ. SP 30,000 കുറയൂലേ, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യണ്ടേ. GR 15,000 കുറയില്ലേ, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യണ്ടേ. ടു ആർക്ക്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഫൈനലി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ലെഡ് ടു ഐ വിൽ ഗെറ്റ് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് മാക്സിമം, അതിന് മേലെ കിട്ടില്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ലെറ്റ്സ് ഡു ദ സൊല്യൂഷൻ ടുഗെദർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ജേണൽ എൻട്രി മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, വരക്കണം അല്ലേ. നമുക്ക് വരച്ചിട്ടാണ് ചെയ്യുക. സോ എഴുതി കൊടുക്കുക, journal entry in the books of
എപ്പോഴും നിങ്ങൾ വരക്കുമ്പോൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫോമാറ്റിൽ അടിച്ച ഫോളിയോ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫോമാറ്റിലെങ്കിലും സെർവ് ചെയ്യാൻ ശ്രമിക്കണം. ഡേറ്റ് ക്വസ്റ്റ്യനിലില്ല, ഒന്നും മാറ്റർ അല്ല. ജേർണലിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, അത് ഓൾവേസ് അങ്ങനെ തന്നെ എന്ത് ആവട്ടെ വരക്കണം കേട്ടോ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡേറ്റ്. എൻ്റെ കൂടെ നിർബന്ധമായിട്ടും പേനയും പേപ്പർ എടുത്തിരുന്ന് ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവുക. സോ ക്വസ്റ്റ്യൻ നമുക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് ഡേറ്റ് 31 മാർച്ച് അങ്ങനെയുള്ളൂ, വേറെ ഡേറ്റും കാര്യമൊന്നുമില്ല. ഏതാണ് കമ്പനിയുടെ പേരുണ്ട്, ഭാരത് ലിമിറ്റഡ്. സോ നമ്മൾ മേലെ ഹെഡിങ് എഴുതണം, ഇൻ ദ ബുക്സ് ഓഫ് എന്ത് പറയും മക്കളെ, ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഭാരത് ലിമിറ്റഡ് നമ്മൾ എൻട്രി ചെയ്തണം. സോ ഞാനിവിടെ ഡേറ്റ് 31 മാർച്ച് ആണെങ്കിൽ അത് എഴുതുന്നു. അതിനുശേഷം നമ്മളിതാ എൻട്രികൾ ചെയ്തത്. അപ്പോൾ എൻട്രി നമ്മൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് 55,000 CRR ഉപയോഗിക്കുക അങ്ങനെയല്ലേ പറഞ്ഞ്. അപ്പോൾ നമ്മൾ എൻട്രി എന്താ വരിക, CRR അക്കൗണ്ട് ഡെപ്റ്റ്, നിങ്ങൾ ഫുൾ എഴുതണം കേട്ടോ. CRR അക്കൗണ്ട് ഡെപ്റ്റ് എത്ര എമൗണ്ട് നമ്മൾ CRRന്ന് യൂസ് ചെയ്ത്, 55,000. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റ് അതും നിങ്ങൾ ഫുൾ എഴുതണേ, 30,000. അതുപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ബാലൻസ് എത്ര മതി പറയും മക്കളെ, 15,000 ടു എന്ത്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്ര എമൗണ്ട്, 1 lakh. നമുക്ക് വേണമെങ്കിൽ നെറേഷനൊക്കെ എഴുതാം, ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഇൻ ദ റേഷ്യോ 1:4 ഫോർ ദ റിഡക്ഷൻ ഓഫ് എന്ത് പറയും മക്കളെ, പെർട്ടിക്കുലർ റിസർവ്. ഫൈൻ, എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതി. എന്തെങ്കിലും എഴുതണം, എഴുതാതിരിക്കരുത്, നിർബന്ധമായിട്ടും എന്തെങ്കിലും എഴുതണം. അതിനുശേഷം അടുത്ത എൻട്രി നമ്മൾ എഴുതും, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഓൾവേസ്, ഇറ്റ്സ് നോട്ട് ഷെയർ ക്യാപിറ്റൽ, ഇറ്റ് ഈസ് മെൻഷൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ബിക്കോസ് ഒരു ബോണസ് ഷെയർ ഒരു ഇക്വിറ്റി ഷെയർ ആണ്. ബോണസ് ഷെയർ നമ്മൾ കൊടുക്കുന്നതും ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. നമുക്കിവിടെ എഴുതി കൊടുക്കാം, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 1:4. I hope you clearly understood the point number 1, sir. അല്ലെങ്കിൽ question number 1, sir. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ്. ഞാൻ പറഞ്ഞത് ഇല്ലുസ്ട്രേഷൻ ചെയ്യാൻ ആക്ച്വലി നമ്മൾ അത്ര ഡീറ്റെയിൽ ഡിസ്കഷൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷേ ദ ഫസ്റ്റ് ടൈം ലേണിംഗ് കുഡ് ബി മോർ ബ്യൂട്ടിഫുൾ എന്നോണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ഏതൊരു ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ദ വേ അതിൻ്റെ എൻഡ് റൂട്ട് തപ്പിപ്പോയിട്ട് എങ്ങനെയാണോ അത് പഠിക്കേണ്ടത് ആ ലെവലിൽ ഡിസ്കസ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആഫ്റ്റർ ദ ക്ലാസ് യു വിൽ ഗെറ്റ് സം ഐഡിയ, ഇതിനാണ് ബോണസ് ഷെയർ ഇഷ്യൂ, അതിനാണ്. നിങ്ങൾക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് സെറ്റിങ്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതും എന്തായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള നോളജ് മതി. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. കിട്ടുന്നവർ എടുക്കട്ടെ, അല്ലാത്തൊരു കുഴപ്പമില്ല, നോ ഇഷ്യൂ. ലെറ്റ്സ് മൂവ് ടു അനദർ പ്രോബ്ലം. The following items appear in the trial balance of M Limited as at 31st March 2015. ഈ CMA ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 60,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, 10 ഈച്ച് ആണ് അതിൻ്റെ ഫേസ് വാല്യൂ, 6 lakh. അപ്പോൾ നേരത്തെ 4 lakh ആയിരുന്നു, അപ്പോൾ അത് 6 lakh ആയി. Then you have capital redemption reserves ഉണ്ട് 45,000. പ്ലാൻഡ് റിവാലുവേഷൻ റിസർവ്സ് ഉണ്ട് 15,000. നമ്മളൊരു നോട്ട് റെസ്ട്രിക്ഷൻ ആയിട്ട് എസ്പെഷ്യലി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, റിവാലുവേഷൻ റിസർവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ അപ്ലൈ എന്ത് പറയും മക്കളെ, സെക്യൂരിറ്റീസ് പ്രീമിയം, യു ക്യാൻ അപ്ലൈ ജനറൽ റിസർവ്, യു ക്യാൻ ഓൾസോ അപ്ലൈ പറയും മക്കളെ പി ആൻഡ് എൽ അക്കൗണ്ട്. ആസ് വെൽ ആസ് ഇവിടെ നമുക്ക് എന്തുണ്ട് പറയും മക്കളെ, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,12,500 എന്തുണ്ട് പറയും മക്കളെ, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. പക്ഷേ ഈ ക്യാപിറ്റൽ റിസർവ് 1,12,500 ഉണ്ട് എന്ന് പറയുമ്പോഴും ഇവിടെ ഇൻക്ലൂഡിങ് 37,500 ബീങ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം ക്യാപിറ്റൽ റിസർവ് അത് എങ്ങനെയൊക്കെയാണ് ഫോം ആയത് എന്ന് നമുക്കറിയില്ല. 1,12,500 എങ്ങനെ ഫോം ആയതെന്ന് നമുക്കറിയില്ല. അത് ഏതൊക്കെ പാറ്റേണിൽ എവിടെ നിന്നൊക്കെ വന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം അറിയാം, 37,500 ഒരു പ്ലാന്റ് സെല്ല് ചെയ്തതിൽ, മെഷീനറി സെല്ല് ചെയ്തതിൻ്റെ ലാഭമാണ്. അപ്പോൾ മെഷീനറി സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ക്യാഷ് ആയിട്ട് പറ്റുന്ന പ്രോഫിറ്റ്സുകളൊക്കെയാണ് നമ്മൾ മക്കളെ യൂസ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യും മക്കളെ, ഈ 1,12,500 ഒരു 37,500 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് 37,500 യൂസ് ചെയ്യാൻ പറ്റും. ദ കമ്പനി ഡിസൈഡഡ് ടു ഇഷ്യൂ ബോണസ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദ റേറ്റ് 1 ഷെയർ ഫോർ എവറി 4 ഷെയർ ഹെൽഡ്. ഇവന്മാർക്ക് ആകെ ഈ റേഷ്യോ മാത്രമേ അറിയുള്ളൂ, 1 ഷെയർ ഫോർ എവറി 4 ഷെയർ. എത്ര ക്വസ്റ്റ്യൻ പോലും തന്നെയാണ് പരിപാടി. പാസ് നെസറി ചാനൽ ഇറ്റ് ഡിസൈഡ് ദാറ്റ് മിനിമം റിഡക്ഷൻ ഓഫ്
കുറച്ച് ചോറും കറിയും കഴിച്ചാൽ മതി. പോയിട്ട് എന്ത് തിന്നടാ, അതും ഇതൊക്കെ തിന്ന് നമ്മൾ ഡിസ്കഷൻ പറഞ്ഞ പോലെ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. ഹിയർ ഓൾസോ നമുക്ക് കാണാൻ പറ്റും 1:4 ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് നോട്ട് ചെയ്താൽ. സോ എല്ലാവരും ചെയ്താൽ വർക്കിംഗ് നോട്ട് നമ്പർ 1 കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ബോണസ് ഷെയർ ടു ബി ഇഷ്യൂഡ് ഈസ് ഈക്വൽ ടു എത്ര നമ്പർ ഓഫ് ഷെയർ ആണ് ഉള്ളത് പറയും മക്കളെ, 60,000 ആണ്. ഓരോ 4 ഷെയർ ഉള്ള ആൾക്കും എത്ര ഷെയർ എന്നാ പറഞ്ഞ്, ഒരു ഷെയർ. അപ്പോൾ 60,000 എത്ര 4 ഉണ്ട് നോക്കുന്നു, ഇൻറ്റു 1 ഈക്വൽ ടു 60,000 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 ടു 1 ഈക്വൽ ടു 1 lakh, സോറി 15,000. ഓക്കെ, ഹിയർ ഫണ്ട് റിക്യൂർഡ് ഈസ് ഈക്വൽ ടു 15,000 ഷെയർ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഒരു ഷെയറിന്റെ വില ക്വസ്റ്റ്യനിൽ 10 രൂപയാണ്. സോ 10 വെച്ചിട്ട് 15,000 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു എത്ര പറയും മക്കളെ, 1,50,000. സോ ഈ 1,50,000 നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് ഒരുപാട് ആവശ്യമുള്ള എമൗണ്ടുകളൊക്കെ ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാലോ, നോ പ്രോബ്ലം. സോ എത്ര എമൗണ്ട്, 1,50,000 ആണ് വേണ്ടത്. നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഈ എമൗണ്ട് ഫുള്ളും അങ്ങോട്ട് യൂസ് ചെയ്യുക. 45,000 ഉണ്ട്. സോ -45,000. ഇനി 1,50,000 കൂടി വേണം. സോ ഹിയർ നമുക്ക് പ്ലാൻ റിവാലുവേഷൻ റിസർവ് എടുക്കാൻ പറ്റില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട് 52,500, നമുക്ക് അത് യൂസ് ചെയ്യാം. 52,500. ഇനിയും കുറച്ചും കൂടി പൈസ വേണം, 52,500 എന്തൊരു എമൗണ്ട് കൂടി വേണം. പിന്നെ അല്ലേ, 1,50,000 മൈനസ് എത്ര പറഞ്ഞു, 45,000 അത്, പിന്നെ 52,500 അത്, പിന്നെ മൈനസ് എത്ര പറയും മക്കളെ, നമുക്ക് ആകെ വേണ്ട 52,500 ആണ്. അപ്പോൾ നമുക്കത് എവിടെ നിന്ന് എടുക്കാം, ഈ പറഞ്ഞിട്ടുള്ള ബാക്കി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ബാക്കിയുള്ള റിസർവ്സിന് യൂസ് ചെയ്യാം. സോ ഈ ബാക്കിയുള്ള റിസർവ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ജനറൽ റിസർവ് ഉണ്ട്, പി ആൻഡ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട്. സോ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന് എത്ര പൈസ യൂസ് ചെയ്യാം, 37,500 വരെ യൂസ് ചെയ്യാം. അപ്പോൾ 37,500 നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ റിസർവ് 1,12,500 ഉണ്ട്, അത് ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റില്ല. 37,500 ആണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 52,500 ആ 37,500 കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 15,000 രൂപ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ 15,000 രൂപ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറയും മക്കളെ, ഞാൻ അവിടെ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെന്നെങ്കിലും എടുക്കാം, ഒന്നുകിൽ ജനറൽ റിസർവ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പി ആൻഡിലേക്ക് ഒന്ന് എടുക്കാം. സോ ഞാൻ ഇവിടെ ജനറൽ റിസർവ് ഒരു 15,000 കൂടി എടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഫിനിഷ്. സോ നമ്മൾ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ഒന്ന് കൂട്ടി വെക്കാം. 45,000 രൂപ ഏത് CRR എടുക്കും, പിന്നെ 52,500 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം എടുക്കും, 97,500 ആയി. 15,000 രൂപ നമ്മൾ അല്ല 37,500 നമ്മൾ ഇവിടെ നിന്ന് എടുക്കും, പിന്നെ 15,000 രൂപ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എത്ര പൈസ മക്കളെ, 1,50,000 രൂപ ആയി. ക്ലിയർ ആണല്ലോ, ഫൈൻ. സോ ഇതൊക്കെ കുറയ്ക്കുക ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് ടു, സിമ്പിൾ, ആർക്കും വേണമെങ്കിൽ ചാനലുണ്ട്, നോ പ്രോബ്ലം. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി പോവാം. ദാറ്റ്സ് ഇറ്റ്. Solution for question number 2. Solution for question number 2. So date blah blah blah. Okay. So capital redemption reserve account debt. നമ്മൾ എത്ര capital redemption reserve പറഞ്ഞ ക്വസ്റ്റ്യനിൽ മക്കളെ, അതെവിടെ, 45,000. General reserve account debt, general reserve അല്ലല്ലോ, securities premium account debt 52,500. Capital reserve account debt 37,500. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ്, അത് പി ആൻഡ് അക്കൗണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 15,000 ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,50,000. അടുത്ത ജനറൽ എൻട്രി പറയും മക്കളെ, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. സിമ്പിൾ. ഓക്കെ ആണല്ലോ. സോ വൺസ് നമ്മൾ പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇല്ലുസ്ട്രേഷൻ ചെയ്യാൻ നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ബിക്കോസ് ഇറ്റ്സ് ഫൈൻ, എല്ലാത്തും തന്നെ ചെയ്യാമെന്നുള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് നേരെ എന്ത് ചെയ്യുക, അടുത്തൊരു ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. അത് സ്പീഡായിട്ട് എന്ത് ചെയ്യുക, പറപ്പിക്കാം. ദ ഫോളോയിങ് നോട്ട്സ് പെർtain ടു ബാലൻസ് ഷീറ്റ് ഓഫ് സോളിഡ് ലിമിറ്റഡ് ആസ് അറ്റ് 31st March 2011. സോ നമുക്കൊരു ബാലൻസ് ഷീറ്റ്, ഒരു എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ആവാം, ഒരു ഫുൾ ബാലൻസ് ഷീറ്റ് അല്ല, ഒരു എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ഉണ്ട്.
ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 10,000 പ്രിഫറൻസ് ഷെയർസ് 1 lakh, 1 lakh ഇക്വിറ്റി ഷെയർ 10 ഈച്ച്. അങ്ങനെ ഈ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ചില സമയങ്ങളിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഫ്ലക്സ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലിമിറ്റ് ക്രോസ് ചെയ്യാം. സോ നമ്മൾ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ നിങ്ങൾ ലീഗൽ റിക്വയർമെന്റ്സ് ആയിട്ട് ലോയിലൊക്കെ എന്ത് ചെയ്യുക, കമ്പനി ലോയിലൊക്കെ എന്ത് ചെയ്യുക, പറയും മക്കളെ പഠിക്കാം. എനിവേ, ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. നമ്മളിപ്പോൾ 1 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ടെങ്കിൽ പോലും ആകെ 90,000 ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് മാർക്കറ്റിലേക്ക് കേട്ടോ. 1 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉള്ള സമയത്ത്, ഓതറൈസ് ചെയ്തിട്ടുള്ള സമയത്ത് പോലും അതിൽ നിന്നും ആകെ 90,000 ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ പബ്ലിക്കിലേക്ക് പറയും മക്കളെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രിഫറൻസ് ഷെയറോട് പറയേണ്ട ആവശ്യമില്ല, കാരണം ബോണസ് ഷെയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 10 രൂപയാണ് ഷെയറിൻ്റെ എന്ത് ഫേസ് വാല്യൂ. 8 രൂപയാണ് ഇതുവരെ പറയും മക്കളെ കോൾ ചെയ്ത് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7,20,000 ഓക്കെ അല്ലേ? 90,000 ഇൻറ്റു 8 7,20,000. റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് വരുന്ന സമയത്ത് യു ഹാവ് ജനറൽ റിസർവ്, റീവാലുവേഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, പി ആൻഡ് അക്കൗണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും പറയും മക്കളെ, റീവാലുവേഷൻ റിസർവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെക്യൂർഡ് ലോൺ ഉണ്ട് ഒരു 5 ലക്ഷത്തിൻ്റെ 12% ഡിബെഞ്ചേഴ്സ്. നമുക്ക് ക്വസ്റ്റൻ വായിച്ചു നോക്കാം. ഓൺ 1st April 2011 the company has made final call at 2 each on 90,000 ഇക്വിറ്റി ഷെയർ. നമ്മൾ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കണ്ടീഷൻ നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ പറയും മക്കളെ പഠിച്ചിട്ടുണ്ട്. അതിലൊരു കണ്ടീഷൻ ആയിരുന്നു എന്ത് ചെയ്യുക, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡ് ആക്കണം. ഫുള്ളി പെയ്ഡ് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ഷെയർസിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ 90,000 ഷെയറിൽ 10 രൂപയിൽ 8 രൂപ മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അത്രേ കോൾ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ആസ് യൂഷ്വലി വന്ന് ഒരു ഫൈനൽ കോൾ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പറയും മക്കളെ പൈസ ചോദിച്ച് അവർ നമുക്ക് ആ കാശ് തരുന്നു. ആ കാശ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക പറയും മക്കളെ, ബോണസ് ആയിട്ട് എന്ത് കൊടുക്കാം, ഷെയർ കൊടുക്കാൻ പറ്റും. സോ എനിവേ, നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഫൈനൽ കോൾ വിളിക്കണം. ദ കോൾ മണി വാസ് റിസീവ്ഡ് ബൈ 20th April. 1st April 2011 നമ്മൾ കോൾ ചെയ്ത് 20th April റിസീവ് ചെയ്ത്. കോൾ ചെയ്യുമ്പോൾ എന്താ എൻട്രി, ഇക്വിറ്റി ഷെയർ ഫയൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ. നമ്മൾ റിതം അറിയുന്നുണ്ടാവും, കോൾ ചെയ്യുക, റിസീവ് ചെയ്യല്ലേ, ആ റിതം വെച്ചാൽ മതി. ദർ ആഫ്റ്റർ ദ കമ്പനി, അപ്പോൾ അതിനുശേഷം കേട്ടോ, ദർ ആഫ്റ്റർ ദ കമ്പനി ഡിസൈഡ് ടു ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് റിസർവ് ബൈ വേ ഓഫ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അറ്റ് ദ റേറ്റ് ഓഫ്, കണ്ട എപ്പോഴും ഇവർക്ക് ഈ റേഷ്യോ മാത്രമേ ഉള്ളൂ, 1 ഷെയർ ഫോർ എവരി 4 share held. Show necessary journal entries in the books of company and prepare extract of balance sheet immediately after bonus issue, assuming that the company has passed necessary resolution in the general meeting. എന്തിന് ഇൻക്രീസ് ചെയ്യാൻ ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എല്ലാ ലീഗൽ റിക്വയർമെന്റ്സും ചെയ്തിട്ട് തന്നെയാണ് കമ്പനി മുമ്പോട്ട് വന്നുള്ളത്. സോ അതിലെ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ജേർണൽ എൻട്രി എഴുതണം. അതുപോലെ തന്നെ ഈ തന്നിട്ടുള്ള ഈ ഒരു എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റിൽ ഇതൊന്ന് റീഡ്രാഫ്റ്റ് ചെയ്യണം. സോ ഇതിൽ റീഡ്രാഫ്റ്റിംഗ് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. അത് പ്രത്യേകിച്ച് ആവശ്യമൊന്നും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ 90,000 10 × 8 7 20 ചെയ്തു. അതുപോലെ 90,000 10 10 എത്രയായി പറയും മക്കളെ, 9 ലക്ഷമായി. നമ്മൾ ജനറൽ റിസർവ് യൂസ് ചെയ്യുമ്പോൾ റിസർവ് കുറച്ച് ചെയ്ത്, റീവാലുവേഷൻ റിസർവ് നമ്മൾ തൊട്ടിട്ടില്ല. അത് അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചിട്ട് ചെയ്താൽ, പി ആൻഡിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ചെയ്താൽ, ഡിബഞ്ചേഴ്സിനൊന്നും സംഭവിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഇതുള്ളൂ. അപ്പോൾ ഈ സംഭവം ഇതേപോലെ വരയ്ക്കുക, എമൗണ്ടുകൾ റീഡ്രാഫ്റ്റ് ചെയ്യുക. സോ ആ റീഡ്രാഫ്റ്റിംഗ് നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നില്ല, ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യും പറയും, വർക്കിംഗ് നോട്ടിൽ പോയി ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ടാണ് പോവുക, കിട്ടിയ സൊല്യൂഷൻ ചെയ്തിട്ടാണ് പോവുക. ഏത് നമ്മുടെ ജേർണൽ എൻട്രി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം പറയും മക്കളെ, ഫൈനൽ കോൾ ചെയ്യണം, പിന്നെ ഫൈനൽ കോൾ റിസീവ് ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് ജേർണൽ എൻട്രി ചെയ്താം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ചെയ്താം 1st April 2011 ഡേറ്റ് ചെയ്ത് ഫൈനൽ കോൾ വിളിക്കുന്ന ജേർണൽ എൻട്രി, ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര ഷെയറിന് പറയും മക്കളെ, 90,000 ഷെയറിന്. എത്ര രൂപ, 2 രൂപ. സോ 90,000 × 2 1,80,000 രൂപ. നമ്മൾ എന്ത് ചെയ്തു, ഫൈനൽ കോൾ ചെയ്തു. ഓക്കെ അല്ലേ? സാധാരണ പോലെ ഫൈനൽ കോൾ പറയും മക്കളെ, കോൾ ചെയ്തു. അതിനുശേഷം നമുക്ക് ഫൈനൽ കോൾ റിസീവ് ചെയ്യണം. ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്നത് ഡേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ നരേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എഴുതി കൊടുക്കണം, 20th April 2011. ഈ ഡേറ്റിന് അന്ന് നമുക്ക് ഈ പൈസ റിസീവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റിതം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, കോൾ ചെയ്യുക പിന്നെ റിസീവ് ചെയ്യുക. റിസീവ് ചെയ്യുമ്പോൾ എവിടേക്ക് റിസീവ് ചെയ്യുക, ബാങ്കിലേക്ക്.
സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് എന്താ റിസീവ് ചെയ്യുക, നിങ്ങൾ എന്താ കോൾ ചെയ്ത് അത് റിസീവ്, നിങ്ങൾ എന്താ കോൾ ചെയ്ത് ഷെയർ ഫൈനൽ കോൾ, അപ്പോൾ എന്താ റിസീവ് ചെയ്യുക, ഷെയർ ഫൈനൽ കോൾ. ദാറ്റ്സ് ഹൗ ഈസിലി മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ആ റിതം നമ്മളിപ്പോൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട്. ടു ഷെയർ ഫൈനൽ കോൾ, ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ കേട്ടോ. ഓക്കെ, എത്ര എമൗണ്ട് നമ്മൾ എത്രയാണോ കോൾ ചെയ്ത് അത്ര തന്നെ നമുക്ക് റിസീവ് ചെയ്യും, 1,80,000. സോ നമ്മൾ കോൾ ചെയ്ത് അതേപോലെ ആ പൈസ പറയുമ്പോൾ നമ്മൾ റിസീവും ചെയ്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് എത്രയാണ് ബോണസ് ഷെയർ ഇഷ്യൂ അതൊക്കെ കാണണം. അപ്പോൾ ഈ ഒരു ജേർണൽ എൻട്രിയിൽ നമ്മൾ ഇനി ഡിക്ലറേഷൻ ഓഫ് ബോണസിന്റെ ഒരു ജേർണൽ എൻട്രി നമുക്ക് ഇവിടെ ഡിക്ലറേഷൻ ഓഫ് ബോണസിന്റെ ഒരു എൻട്രി എഴുതാനുണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറിന്റെ അടുത്തൊരു എൻട്രി കൂടി നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ അത്രയും സ്പേസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് പറയും മക്കളെ, വർക്കിംഗ് നോട്ടിലേക്ക് പോവാം. തൊട്ട് താഴത്ത് ചെയ്താൽ വർക്കിംഗ് നോട്ട് നമ്പർ 1, calculation of number of bonus share, calculation of number of bonus share to be issued, okay, is equal to. സോ നമുക്ക് നേരെ എന്ത് ചെയ്യുക, കാൽക്കുലേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം എത്ര ഷെയർ ആണ് ആദ്യം ഉള്ളത് പറയും മക്കളെ, 90,000 ഷെയർ ഡിവൈഡഡ് ബൈ 90,000 എത്ര 4 ഉണ്ട് നോക്കുക, ഇൻറ്റു 1. ഓൾവേസ് ഇവർക്ക് ഇത് മാത്രമാണ് അറിയാം. ഐ ഹോപ്പ് ലൈക്ക് 37,500 32,500 എന്തൊക്കെയാണ് കിട്ടുക, സംതിങ് 22,500 ആണ് എന്താണ് കിട്ടുക നോക്കിയൊക്കെ. 90,000 ഡിവൈഡഡ് ബൈ എത്ര 4 ഇൻറ്റു 1, 22,500. സോറി 22,500. ഓക്കെ, ഈ ഫണ്ട് റിക്യൂർഡ് ഇസ് ഈക്വൽ ടു 22,500 ഷെയർസ് ഇൻറ്റു എത്ര 10 രൂപ, 2,25,000. അപ്പോൾ നമുക്ക് വേണ്ടി 2,25,000 അല്ലേ, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുക്കുക. 2,25,000 ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യുന്നത് തിരിച്ചു വരാം. ഇത് നമുക്ക് ഇവിടുന്ന് റിസർവേഷൻ ലിസ്റ്റ് നിന്ന് നമുക്ക് ആവശ്യമുള്ള റിസർവ് എടുത്തെടുത്ത് പോവാം. നമുക്ക് ജനറൽ റിസർവ് ഉണ്ട് 1,60,000. സോ മൈനസ് 1,60,000. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട് -20,000 സെക്യൂരിറ്റീസ് പ്രീമിയം. പിന്നെ നമുക്ക് പി ആൻ അക്കൗണ്ട് അപ്ലൈ ചെയ്യാം ഒരു 45,000. ഇറ്റ് ബിക്കംസ് 0. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ജനറൽ റിസർവ് ഉപയോഗിക്കുന്നു, സെക്യൂരിറ്റീസ് പ്രീമിയം, അതുപോലെ തന്നെ പി ആൻ അക്കൗണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റ് ജനറൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. സാർ ഇത്രയും നേരം അങ്ങനെയല്ലേ പറഞ്ഞ്. സോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ഡൗട്ട് വെക്കണ്ട. സോ നമുക്ക് ജനറലിലേക്ക് വരുന്ന സമയത്ത് ഇതാ അവിടെ വരുന്നു, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റ് 20,000, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് 1,60,000. അങ്ങനെ തന്നെയല്ലേ ഉള്ളത്, 1,60,000 20,000. ബാക്കി പൈസ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ജസ്റ്റ് 2,25,000 ആണ് ആവശ്യമുള്ളത്. സോ 2,25,000 മൈനസ് 20,000 മൈനസ് 1,60,000, 45,000. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റ് 45,000 ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 2,25,000. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഒരു നരേഷൻ തള്ളുക, ബോണസ് ഡിക്ലെയർ ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് 1:4 റിസർവ്സ് റെഡ്യൂസ് ആയതിനെ പറ്റിട്ടോ. നേരെ അടുത്തൊരു ജേർണൽ എൻട്രിയിലേക്ക് വരാം. സിംപ്ലി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,25,000. So it is finished. I hope you clear, sir, everybody. So it's all about today's class. നമ്മളൊരു 3 ഇല്ലുസ്ട്രേഷൻസ് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ തന്നിട്ടുള്ള പ്രിൻ്റ് ഔട്ടിൽ 4ാമത്തെ ക്വസ്റ്റ്യനൊക്കെ അതേ സ്റ്റൈൽ തന്നെയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു PDF അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഇതേ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഇതൊരു മോഡൽ ഓഫ് ഇല്ലുസ്ട്രേഷൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് വളരെ ഈസി ആയുള്ള ചാപ്റ്ററാണ്, നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഫർദർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യാൻ മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ദെൻ വിൽ മീറ്റ് ദ നെക്സ്റ്റ് ഫ്രീ വീഡിയോ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.